കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി. ഈ ദിവസത്തെ വചനധ്യാനത്തിനു വേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും 70 പേരോടും ഈ വാക്ക് പറഞ്ഞു. ആ 70 പേർക്ക് മാത്രമാണോ? അല്ല, അവർ നമ്മളോടും പറയുന്നു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും 70 പേരോടും അവിടെയുണ്ടായിരുന്നവരോടും പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് തീമോത്തേയസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധികാരത്തിൻ്റെ 3-ാം വചനത്തെ വായിച്ചാൽ, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. നാം യേശുക്രിസ്തുവിൻ്റെ പടയാളികളാണെന്ന് ഈ വചനം പറയുന്നു. ആ ശിഷ്യന്മാരെ പോലെ ദൈവം നമ്മിൽ ചിലരെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, തൻ്റെ സുവിശേഷത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതൊന്നും ഇല്ലെങ്കിലും ദൈവത്തിന് അറിയാം, നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേനു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അവൻ ദൈവമക്കളെ എങ്ങനെയായെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ അവസരം നോക്കുന്നു. നമുക്ക് എപ്പോഴും പോരാട്ടമുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അവൻ്റെ എല്ലാ പ്രവൃത്തികളെ നശിപ്പിക്കാൻ ദൈവം നമുക്ക് ഈ അധികാരം നൽകിയിരിക്കുന്നു. പിശാചിനെ ചവിട്ടുന്നത് ദൈവമല്ലേ? അവൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നത് ദൈവമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ അധികാരം നൽകിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ അവർ അനേകം യുദ്ധം ചെയ്തതായി നാം കാണുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ രാജാവ് മാത്രമാണോ പോയി യുദ്ധം ചെയ്തത്? ഇല്ല, രാജാവിനോടൊപ്പം തൻ്റെ സംസ്ഥാനത്തിൻ്റെ പടയാളികളെയും കൂട്ടി അദ്ദേഹം യുദ്ധത്തിന് പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവം രാജാവാണ്, നാം അവരുടെ പടയാളികളാണ്. ദൈവത്തോട് നമ്മളും ചേർന്ന് പിശാചിനോട് യുദ്ധം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രാജാവിന് യുദ്ധം ചെയ്യാൻ പടയാളികളുടെ സഹായം ആവശ്യം ഉള്ളതുപോലെ ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. ദൈവം സർവശക്തനായ ദൈവമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് എതിരാളിയെ പരാജയപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നമ്മളും യുദ്ധം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ യുദ്ധം ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് ചെന്ന് യുദ്ധം ചെയ്യുമായിരുന്നു. ഇല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് പിടിച്ച് അതിലൂടെ നഗരത്തിൽ പ്രവേശിച്ച് യുദ്ധം ചെയ്യുമായിരുന്നു. ചിലപ്പോൾ അവർ പട്ടണം മുഴുവൻ നശിപ്പിക്കും. ചിലപ്പോൾ പട്ടണം പിടിച്ചെടുക്കുകയും അതിലെ ആളുകളെ അടിമകളാക്കുകയും അവരോട് എതിരാളിക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ ശത്രു അകത്ത് വന്നാൽ നമ്മളെ നശിപ്പിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ അവൻ നമ്മളെ തൻ്റെ നിയന്ത്രണത്തിൽ ആക്കി നമ്മുടെ ചിന്തകളും പെരുമാറ്റവും അവൻ്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുകയും അവൻ ആഗ്രഹിച്ചതുപോലെ നമ്മെ നടത്തുകയും ചെയ്യും. അവൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ വന്ന് നമുക്കുള്ളതിനെ നശിപ്പിക്കും. നമ്മൾ എന്തിനു വേണ്ടി പോരാടണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നോക്കാം. നെഹേമിയാവ് 4-ാം അധ്യായം 14-ാമത്തെ വചനം. ഞാൻ നോക്കി എഴുന്നേറ്റു നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. പിശാച് നമുക്കുള്ളതിനെ, നമ്മളുടെ സഹോദരന്മാരെ നശിപ്പിക്കാനാണ് വരുന്നത്. നെഹേമിയ ഇവിടെ പറയുന്നത് പോലെ ശത്രുക്കളെ ഭയപ്പെടാതെ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യണം. പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നമ്മളുടെ യുദ്ധഭൂമി. പ്രാർത്ഥനയിൽ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നശിപ്പിക്കാൻ കഴിയും. പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം മതിലില്ലാത്ത പട്ടണം പോലെയാകുന്നു. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏത് നേരത്തും പ്രാർത്ഥിക്കുക എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ സമയമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയോ സ്ത്രീ അല്ലെങ്കിൽ ബിസിനസ്മാൻ ആകാം. രാവിലെ മുതൽ വൈകുന്നേരവും രാത്രി വരെ ജോലി ചെയ്ത് പ്രാർത്ഥന ചെയ്തില്ല എങ്കിൽ ഒഴുക്കുന്ന കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതിന് തുല്യമാണ്.
ആ ഓട്ടയിൽ നിന്ന് വെള്ളം മുഴുവനും ഒഴുക്കുന്നത് പോലെ നിങ്ങളുടെ കഠിനാധ്വാനമെല്ലാം വ്യർത്ഥമാകും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും കുടുംബത്തെയും കുട്ടികളെയും നന്നായി പരിപാലിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവർ രോഗികളായേക്കാം, അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോയേക്കാം. നിങ്ങളുടെ ശത്രു എങ്ങനെയായെങ്കിലും അവരെ നശിപ്പിക്കാൻ നോക്കും. അവരിനു വേണ്ടി, അവരുടെ ആത്മീയ ജീവിതത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശത്രു എങ്ങനെയായെങ്കിലും എല്ലാം പാഴാക്കും. നിങ്ങൾക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര ബിസി ആണെങ്കിലും, ആദ്യം പ്രാർത്ഥിച്ച് പിന്നിട്ട് ജോലി ചെയ്തെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കൊയ്യാം. നിങ്ങൾക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര ബിസി ആണെങ്കിലും, നിങ്ങളുടെ കുടുംബത്തോടും കുട്ടികളോടും എല്ലാ ദിവസവും കുറച്ചു നേരം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളായ നമ്മളോടൊപ്പം ദൈവം എല്ലാ ദിവസവും കുറച്ചു നേരം ചെലവഴിക്കാൻ ദൈവം ആഗ്രഹിക്കും. നിങ്ങൾ ഒരു പക്ഷേ കുടുംബ പ്രാർത്ഥന പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇന്നത്തെ പ്രാർത്ഥന ഞാൻ പൂർത്തിയാക്കി എന്ന് നിങ്ങൾ കരുതും. വീട്ടിലെ വന്ന അതിഥിയോട് കുടുംബമായി ഇരുന്ന് സംസാരിക്കുന്നത് വേറെ കാര്യം, അവരോട് ഏകാന്തതയിൽ സംസാരിക്കുന്നത് വേറെ കാര്യം. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ആയിരിക്കും. ദൈവം നമ്മളോട് ഏകാന്തതയിൽ സംസാരിക്കണം, നമ്മളുടെ ബുദ്ധിമുട്ടുകളെ കേൾക്കണം, ദൈവത്തിന് നമ്മളോട് സംസാരിക്കണം. നമുക്ക് വരാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കും. നിങ്ങൾ അതിന് കുറച്ച് സമയം നൽകുകയും എല്ലാ ദിവസവും ദൈവത്തോട് സംസാരിക്കുകയും വേണം. ഏതേതൊക്കെയോ പറഞ്ഞ് 5 നിമിഷത്തിനുള്ളിൽ പ്രാർത്ഥന പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് പറയേണ്ടതിന് പറഞ്ഞ് ദൈവത്തിന് സംസാരിക്കാൻ സമയം നൽകുക. ദൈവം നിങ്ങളോട് തീർച്ചയായും സംസാരിക്കും. അതുകൊണ്ടാണ് ദൈവം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടിച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് സംസാരിക്കുക എന്ന്. എന്നിട്ട് നമ്മളുടെ ശത്രു കാണാനില്ല. പിന്നെ അവൻ എങ്ങനെ വരുമെന്ന് നമ്മൾ എങ്ങനെ അറിയാം? കാണാത്ത ശത്രുവിനോട് എങ്ങനെ പോരാടും? പുരാതന കാലത്തിൽ അവർ ശത്രുവിനോട് മുഖാമുഖം പോരാടിയതുപോലെ നമ്മൾ പ്രാർത്ഥനയിൽ ശത്രുവിനോട് മുഖാമുഖം പോരാടണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പറഞ്ഞ് അധികാരത്തോട് ശത്രുവിനെ ശാസിക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറയുക. അവൻ പോകും. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തരാണെന്ന് അവൻ അറിയാമെങ്കിൽ, നിങ്ങളുടെ മേൽ അവൻ അധികാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അറിയുമ്പോൾ, 2ാം തരം തന്ത്രങ്ങളോടും നിങ്ങളെ പേടിപ്പിക്കുന്നവനായി അവൻ വരും. നമ്മളുടെ ശത്രു പല തന്ത്രങ്ങളിലൂടെയാണ് വരുന്നത്. അതിൽ ചിലത് ഇന്ന് നോക്കാം. യുദ്ധത്തിന് പോകുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം ട്രെയിനിങ് നൽകുന്നു. ട്രെയിനിങ് ഇല്ലെങ്കിൽ യോദ്ധാവ് എത്ര ശക്തനാണെങ്കിലും അവൻ്റെ അടുത്ത് എന്ത് ആയുധങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം വെറുതെയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രു നിങ്ങളെ എങ്ങനെ സമീപിക്കും എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അവൻ്റെ തന്ത്രങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തി യുദ്ധഭൂമിയിൽ ചെന്ന് യുദ്ധം ചെയ്യാതെ തന്ത്രപരമായി വന്ന ശത്രുക്കളുടെ തന്ത്രങ്ങളെ വ്യർത്ഥമാക്കി ദൈവ ഹിതം എങ്ങനെ പൂർത്തീകരിച്ചു, നമ്മളും നമ്മുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ വ്യർത്ഥമാക്കി ദൈവ ഹിതം എങ്ങനെ നിറവേറ്റണമെന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കുമായി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നോക്കാം. ആദ്യമായി നെഹേമിയാവ് 4-ാം അധ്യായം 1-3 വരെ ഉള്ള വാക്യങ്ങൾ. നിങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലാത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കളിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളിയുമോ? വെന്തു കിടക്കുന്ന ചട്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കിൽ നിന്നിരുന്ന അമ്മോണിയനായ തോബിയാവും, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൽമതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു.
നെഹേമിയ ദൈവത്തിന്റെ സഹായത്താൽ രാജാവിന്റെ കൽപ്പന സ്വീകരിച്ച് അവന്റെ കയ്യിൽ നിന്ന് ലേഖനം വാങ്ങി ദൈവജോലി ചെയ്യാൻ സന്തോഷത്തോടെ ഇവിടെ വന്നു. പക്ഷേ അവൻ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ അവന്റെ മുമ്പിൽ വന്നു. നെഹേമിയ മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കൾ അതിൽ പൊടി കൂടുതലായിരിക്കുന്നു, നിങ്ങൾക്ക് ഈ മതിൽ കെട്ടാൻ കഴിയില്ല, നിങ്ങൾക്ക് അത്ര ശക്തിയില്ല, അവർ കെട്ടുന്ന മതിലിന്മേൽ കുറുക്കൻ കയറിപ്പോയാൽ മതിൽ ഇടിഞ്ഞു വീഴും എന്ന് കള്ളം പറഞ്ഞ് അവരിനെ പരിഹസിച്ച് മാനസികമായി ചുരുക്കാൻ ശ്രമിച്ചു. എന്നാൽ നെഹേമിയ ഈ കാര്യത്തിന് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അതിൽ ചുരുങ്ങാതെ മതിൽ കെട്ടുന്ന പണി മുന്നോക്കി കൊണ്ടുപോയി. ഇതുപോലെ തന്നെ നമ്മളുടെ ശത്രു നിങ്ങൾക്ക് പിശാചിനെ പുറത്താക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അത്ര ശക്തിയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന് നമ്മളുടെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ മറ്റവരിലൂടെ കള്ളം പറഞ്ഞ് അവൻ നമുക്ക് എതിരെ മറ്റുള്ളവരെ ഉണർത്തുകയും നമ്മളെ കളിയാക്കുകയും നമ്മൾ ചെയ്യുന്ന ജോലിയെ കളിയാക്കുകയും ചെയ്ത് പലതരമായ വാക്കുകളെ ഉപയോഗിച്ച് നമ്മളെ മാനസികമായി തളർത്താൻ ശ്രമിക്കും. നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് യാതൊരു വാക്കുകളെയും ശ്രദ്ധിക്കാതെ അതിൽ ചുരുങ്ങാതെ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നോക്കി കൊണ്ടുപോകണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ജോലി അല്ലെങ്കിൽ പ്രാർത്ഥന നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ദൈവം നിങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകുകയും ആ ജോലി പൂർത്തീകരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സക്സസ് ആകുന്നത് പോലെ അവൻ കണ്ടാൽ രണ്ടാമത്തായി അവൻ മറ്റൊരു തന്ത്രമായി വരും. ഇതേ അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങൾ. അങ്ങനെ നിങ്ങൾ മതിൽ പണിഞ്ഞു. വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. യെരുശലേമിന്റെ മതിലുകൾ അട്ടഘട്ടം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടങ്ങി തുടങ്ങി എന്നും സൻബല്ലാത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒക്കെയും ഒന്നിച്ചു കൂടി കൂട്ടുകെട്ടുണ്ടാക്കി. പണി തുടർന്ന് പാതി വരെ മതിലുകൾ പണിതെന്ന് ശത്രുക്കൾ കേട്ടപ്പോൾ ശത്രുക്കൾ ഒരുമിച്ച് ചെന്ന് അവിടെ കലക്കം ഉണ്ടാക്കി മതിൽ പണി നിർത്താൻ എല്ലാവരും കൂട്ടുകെട്ടുണ്ടാക്കി. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് എല്ലാ ഭാഗത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളെ എതിർക്കാൻ ചിലരെ പ്രേരിപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ ചെയ്യുന്നത് ശരിയോ അല്ലയോ എന്ന് അവൻ നിങ്ങളെ സംശയിപ്പിക്കും, അല്ലെങ്കിൽ നിന്നെ കലക്കംപ്പെടുത്താൻ ശ്രമിക്കും. ആ മതിൽ പണി അവർ തുടങ്ങിയപ്പോൾ അതിൽ ധാരാളം പൊടി ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ പണിയാൻ എല്ലാവരും സന്തോഷമായി സമ്മതിച്ച് കെട്ടാൻ തുടങ്ങി പകുതി വരെ മതിലുകൾ നിർമ്മിച്ചു. ഇതേ അധ്യായത്തിന്റെ 10-ാം വചനം നോക്കിയാൽ ചുമട് ചുമക്കുന്നവരും മതിൽ പണിയുന്നവരും പൊടി കൂടുതലാണ്, ജോലി വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മതിൽ പണിയാൻ കഴിയില്ല എന്ന് പറയുന്നു. മറുവശത്ത് ശത്രുക്കൾ പണി നിർത്താൻ നോക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളുടെ ശത്രു നമ്മളെ തളർത്തുകൊണ്ട് ജോലി വളരെ ബുദ്ധിമുട്ടാണെന്ന് ചിന്തകൾ നൽകി അത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കും. ഇതേ അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തെ നോക്കിയാൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. നിങ്ങളും അവരുടെ പോലെ പ്രാർത്ഥിച്ച് ദൈവ സഹായത്തോടെ ജോലി നിർത്താതെ തുടരണം. നെഹേമിയ ഈ സ്ഥലത്ത് വിജയിച്ചപ്പോൾ അവർ 3-ാം തരമായി വന്നത്. ഇതേ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. ഈ രീതിയിൽ ശത്രുക്കൾ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം നെഹേമിയായെയും മറ്റുള്ളവരെയും സഹായിച്ച് സമീപത്തിലുള്ള യഹൂദന്മാർ മുഖേന അവരുടെ പദ്ധതികളെ കുറിച്ച് അറിയിച്ചു. ശത്രുക്കൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ നെഹേമിയാവ് എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഇതേ അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി.
ഇതേ അധികാരത്തിൻ്റെ 16-18 വരെ ഉള്ള വാക്യങ്ങൾ. അന്നു മുതൽക്ക് എൻ്റെ ഭൃത്യന്മാരിൽ പാതിപ്പേര് വേലയ്ക്ക് നിന്നു. പാതിപ്പേർ കുന്തവും പരിച്ചവും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെ പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവൻ അരയ്ക്ക് വാൾ കെട്ടുകയും കൊണ്ട് പണിതു. എന്നാൽ കഹളം ഊതുന്നവൻ എൻ്റെ അടുക്കൽ തന്നെ ആയിരുന്നു. നെഹേമിയ ഇവിടെ ബുദ്ധിശാലിയായി ശത്രുവിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി. അവൻ തൻ്റെ പകുതി ആളുകളെ പക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ നിർത്തി ശത്രുക്കൾ അകത്ത് വരാതിരിക്കാൻ ജാഗ്രത പാലിച്ചു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈയാൽ ജോലി ചെയ്ത് മറു കൈയാൽ ആയുധം പിടിച്ചു. പണിയുന്നവൻ അരയ്ക്ക് വാൾ കട്ടിക്കൊണ്ട് ജോലി ചെയ്തു. അങ്ങനെ നെഹേമിയാവ് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി മതിൽ പണിയുന്ന ജോലി തുടരുകയും ചെയ്തു. ഇതുപോലെ തന്നെ നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ തിന്മകളും പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും ദൈവം നമ്മെ അറിയിക്കും. അത് ഒരു പക്ഷേ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കും, ദർശനത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ പ്രവചനത്തിൽ സംസാരിക്കും. നോക്കുവിൻ, അവർ പകുതി ആളുകളെ കുറഞ്ഞ സ്ഥലങ്ങളിൽ കാവൽ നിർത്തിയതുപോലെ അവർ ജാഗ്രത പാലിച്ചതുപോലെ നമ്മളും നമ്മളുടെ ജീവിതത്തിലുള്ള കുറഞ്ഞ സ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കണം. കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എങ്ങനെയായെങ്കിലും ഒരു വഴിയൊരുക്കി ആരും അറിയാതെ പോലെ നുഴഞ്ഞു കയറാനുള്ള സ്ഥലം. നമ്മുടെ ജീവിതത്തിൻ്റെ കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് നാം ഉപേക്ഷിച്ച പാപകരമായ ജീവിതമാണ്. ചില പാപങ്ങൾ, ലൗകികമായ ആഗ്രഹങ്ങൾ, വചനത്തിന് വിരുദ്ധമായ ജീവിതം, നമ്മുടെ താൽപ്പര്യങ്ങൾ, ചിന്തകൾ അങ്ങനെയുള്ളവയാണ്. നിങ്ങളുടെ ശത്രു എപ്പോഴും നിങ്ങളെ അതേ പാപത്തിൽ വീല ചെയ്യാനും പുറകോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ നശിപ്പിക്കാനും എപ്പോഴും അവസരം തേടുന്നു. നിങ്ങൾ ദുർബലരായിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്ക് ഇടം നൽകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നെഹേമിയാവും വേലക്കാരും എപ്പോഴും കുന്തങ്ങളും വാളുകളുമായി നടന്നതുപോലെ നാം എപ്പോഴും ദൈവവചനം പിടിക്കണം. അതായത് എപ്പോഴും ദൈവവചനത്തിനെ ധ്യാനിക്കണം. അവർ പ്രാർത്ഥനയിൽ എപ്പോഴും മുന്നായി ഇരുന്നതുപോലെ നമ്മളും എപ്പോഴും പ്രാർത്ഥനയിൽ മുന്നായി ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ശത്രു കടന്നു വന്ന് എല്ലാം നശിപ്പിക്കും. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. വീണ്ടും നാം പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ ബൈബിൾ വായിക്കുന്നു, ഞാൻ ദൈവവചനം പിന്തുടരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ? എന്തുകൊണ്ടാണ് ദൈവം എന്നെ സഹായിക്കുന്നില്ല എന്ന് പറയും. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ, പിശാച് എപ്പോഴും ഒരു അവസരം നോക്കുന്നു എങ്കിൽ, നിങ്ങൾ ദിവസത്തിൽ അല്പം പോലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ദൈവം തന്ന അധികാരം ഉപയോഗിച്ചില്ലെങ്കിൽ, ശരിയായ രീതിയിൽ യുദ്ധം ചെയ്തില്ലെങ്കിൽ എല്ലാം വെറുതെയാകും. നെഹേമിയാവും നമ്മളെപ്പോലെ ഞാൻ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങളുടെ വാക്ക് അനുസരിച്ച് നടക്കുന്നു, എങ്കിലും എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ എന്ന് നെഹേമിയാവ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ മതിൽ പണിയുന്ന ജോലി പൂർത്തിയാക്കാൻ കഴിയുമായി ഇരുന്നില്ല. നെഹേമിയാവിനെ പോലെ ശത്രുവിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ വിജയകരമായ ജീവിതം ചെയ്യാൻ കഴിയും. എന്നിട്ട് അവൻ ചെയ്യുന്ന നാലാമത്തെ തന്ത്രം, നെഹേമിയാവ് പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങൾ. സൻബല്ലാത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം തൻ്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എൻ്റെ അടുക്കിൽ അയച്ചു. അതിൽ എഴുതിയിരുന്നത്, നീയും യഹൂദന്മാർ മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. യഹൂദായിൽ ഒരു രാജ ഉണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവി ഉണ്ട്. ഗാഷ്മോവും അങ്ങനെ പറയുന്നു.
രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. നെഹേമിയാവുക്ക് കേടുണ്ടാക്കാൻ അവർ 4 പ്രാവശ്യം ലേഖനങ്ങൾ എഴുതി അയച്ചു. എന്നാൽ നെഹേമിയ പോയില്ല. 5-ാം പ്രാവശ്യം എന്ത് പറഞ്ഞാൽ നെഹേമിയ പേടിക്കും എന്ന് കരുതി രാജാവിന്റെ പേര് പറഞ്ഞ് നെഹേമിയാവിനെ പേടിപ്പിച്ച് മതിൽ പണിയുന്ന ജോലി നിർത്താൻ ശ്രമിച്ചു. എന്നാൽ നെഹേമിയ അവരുടെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ മതിൽ പണിയുന്ന ജോലിയിൽ തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ചിന്തകളിലും മറ്റൊരാളിലൂടെയും നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ചു കൊണ്ടുവരും. നിങ്ങൾ സാത്താനിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം പൂർണ്ണമായി അറിഞ്ഞ് ഒന്നിനെയും ഭയപ്പെടാതെ അവനെ അഭിമുഖീകരിക്കുക. ദൈവവചനം പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ ചിന്തയിൽ വരുന്നത് വിശ്വസിക്കരുത്, ദൈവവചനത്തിൽ മാത്രം വിശ്വസിക്കുക, ജോലിയിൽ മുന്നേറുക. ഇനി 5-ാമത്തെ അവർ ചെയ്ത തന്ത്രം. അതേ അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. പിന്നെ ഞാൻ മെഹതാബേലിന്റെ മകനായ ദെലായാവിന്റെ മകൻ ഷെമ്മായാവിന്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടിച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിൽ അടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. നെഹേമിയായെ അവന്റെ ജീവനെ ഭയപ്പെടുത്താനും ദൈവത്തിനെതിരെ പാപം ചെയ്യാനും അവന്റെ ജനത്തെ കോപിപ്പിക്കാനും അവനെ വെറുക്കാനും അവനെ സ്വന്തം ജനത്തിന്റെ അധിക്ഷേപത്തിന് പാത്രമാക്കാനും അവനെ നിന്ദിക്കാനും ദൈവകൃപയിൽ നിന്ന് വീണുപോയ പ്രവാചകനെ അവർ പണം നൽകി കള്ളപ്രവചനം പറയാൻ ശ്രമിച്ചു. നെഹേമിയ ഇവിടെ തന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവവചനത്തിന് മറികടന്നില്ല. അവൻ നീതിയോട് പ്രവർത്തിക്കുകയും ചെയ്തു. ഭയപ്പെട്ട് തെറ്റായ യാതൊരു തീരുമാനം എടുത്തില്ല. ഇതുപോലെ തന്നെ നമ്മളുടെ ശത്രു ഒരു കാലത്ത് ദൈവത്തിന്റെ അടുക്കിൽ നന്നായി ഇരുന്ന് ഇപ്പോൾ ദൈവകൃപയിൽ നിന്ന് വീണുപോയ ചില വിശ്വാസികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ നോക്കും. ആ പ്രവാചകൻ നെഹേമിയാവെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളിലൂടെയോ മറ്റാരെങ്കിലോ തെറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ വചനത്തിനു വിരോധമായ ഏതും മനസ്സിലാക്കുകയും അതിനെ ചെയ്യാതെ ഉപേക്ഷിക്കുകയും ചെയ്ത് അവരിൽ നിന്ന് അകന്ന് നിൽക്കണം. എങ്ങനെയാണ് ആ പ്രവാചകൻ ശത്രുക്കളുടെ കൂട്ടത്തിൽ ചേർന്ന് തന്റെ ജനത്തിന് എതിരെ നിന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ചിലർ ഉണ്ട്. ജാഗ്രത പാലിക്കുക. 6-ാമത്തായി അവൻ ചെയ്യുന്ന തന്ത്രം. അതേ അധ്യായത്തിന്റെ 17-ാമത്തെയും 19-ാമത്തെയും വാക്യങ്ങൾ. ആ കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്ത് അയക്കുകയും തോബിയാവിൻ്റെ അവർക്ക് വരികയും ചെയ്തു. 19-ാമത്തെ വാക്യം. അത്രയുമല്ല, അവർ അവന്റെ ഗുണങ്ങളെ എൻ്റെ മുമ്പാകെ പ്രസ്താവിക്കുകയും എൻ്റെ വാക്കുകളെ അവന്റെ അടുക്കൽ ചെന്നറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയാവും എഴുത്ത് അയച്ചു കൊണ്ടിരുന്നു. തോബിയാസുമായി കരുത്തുപാട് നടത്തുന്ന അധികാരികൾ നെഹേമിയാവിന്റെ മുമ്പേ അവന്റെ ഗുണഗാനങ്ങൾ നന്നായി പ്രസ്താവിച്ചു എന്ന് കണ്ടു. നെഹേമിയാവ് രാജാവിന്റെ അടുക്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരുന്നു. കൊട്ടാരത്തിന്റെ സന്തോഷകരമായ ജീവിതത്തെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഒരു വശത്ത് ബുദ്ധിമുട്ടുകൾ, മറുവശത്ത് ശത്രുവിന്റെ തന്ത്രങ്ങൾ, തന്റെ ജീവനെ പോലും പണയപ്പെടുത്തി അവരുടെ ശത്രുക്കൾക്ക് ശത്രുവായി ആർക്കു വേണ്ടി ഈ ജോലി ചെയ്യുന്നോ, ആർക്കു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നോ അവർ തന്നെ എതിരാളിയുമായി ഈടുപെട്ട് നെഹേമിയ മുമ്പിൽ ശത്രുക്കളെ കുറിച്ച് നന്നായി വിവരിച്ചു. എന്നാൽ നെഹേമിയ അവരോട് ദേഷ്യപ്പെട്ട് ദേഷ്യത്തോടെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ആർക്കു വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്? അവർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ജോലി ചെയ്യണം എന്ന് ചിന്തിച്ച് പാതിയിൽ പണി നിർത്തില്ല. നെഹേമിയ ഇതിനെ ദൈവത്തിന്റെ ജോലി എന്ന് കരുതി ദൈവത്തിൽ വിശ്വസിച്ച് ആ മതിൽ പണി മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ നമ്മെ വെറുക്കുന്നവരോട് കൈകോർക്കുകയും
അവരോടുമായി സൗഹൃദം സ്ഥാപിക്കുകയും നമ്മളുടെ മുമ്പിൽ വന്ന് അവരിനെ കുറിച്ച് നന്നായി വിവരിച്ചാൽ തീർച്ചയായും നമുക്ക് ദേഷ്യം വരും. അവരോട് ദേഷ്യപ്പെടാനും നമ്മൾ ചെയ്യുന്നത് ഉപേക്ഷിക്കാനും നമ്മുടെ ശത്രു ഇങ്ങനെയുള്ള തന്ത്രം ചെയ്യും. ഇതൊരു തന്ത്രമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നത് പാതി വഴിയിൽ നിർത്താതെ നെഹേമിയായെ പോലെ കാര്യം തുടരണം. ദൈവം നമുക്ക് ഏതെങ്കിലും വാഗ്ദാനം ചെയ്താൽ ഇല്ലെങ്കിൽ അനുഗ്രഹം പറഞ്ഞയുടനെ അത് അപ്പോൾ തന്നെ സംഭവിക്കുമെന്ന് നാം എപ്പോഴും ചിന്തിക്കരുത്. നാം ദൈവഹിതം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് നടക്കുമ്പോൾ അനുഗ്രഹത്തിനു മുമ്പ് നമുക്ക് ചില കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. നെഹേമിയ ദൈവഹിതപ്രകാരം വന്നു. രാജാവിൻ്റെ കൽപ്പന സ്വീകരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ലേഖനം വാങ്ങി ഇവിടെ വന്ന് മതിൽ ചുറ്റി നോക്കി എല്ലാവരോടും മതിൽ പണിയാൻ സംസാരിച്ചപ്പോൾ എല്ലാവരും സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മതിൽ പണിയാം എന്ന് കരുതി. പിന്നിട്ട് ഒന്നിന് പിറകെ ഒന്നായി കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ദൈവം നമ്മോട് ഏതെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ, അത് ബിസിനസ്, ശുശ്രൂഷ, മറ്റേതെങ്കിലും, നാം അതിനെ ആരംഭിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ആരംഭിക്കുന്നു. തുടക്കത്തിൽ എല്ലാം നന്നായി ഇരിക്കുന്നത് പോലെ തോന്നും. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനെ ചെയ്യും എന്ന് നാം കരുതും. പിന്നിട്ട് പല പ്രശ്നങ്ങളും ഒന്നിന് പിറകെ ഒന്നായി വന്ന് അതിനെ പൂർത്തിയാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ ശ്രമിക്കും. നമ്മൾ സന്തോഷമായി ഇരിക്കുന്നത് നമ്മളുടെ ശത്രുവിന് ഇഷ്ടമല്ല. ദൈവം നിങ്ങളോട് പറഞ്ഞ ജോലി, ബിസിനസ്, മിനിസ്ട്രി ഇല്ലെങ്കിൽ പ്രാർത്ഥന ഏതെങ്കിലും പാതി വഴിയിൽ നിർത്താതെ നെഹേമിയാവിനെ പോലെ ഒന്നിനെയും ഭയപ്പെടാതെ തുടരുക. അത് പൂർത്തിയാക്കാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങൾ ജോലി ഇല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പാതി വഴിയിൽ നിർത്തിയാൽ, നിങ്ങൾ തന്നെ അതിനെ നിർത്തിയാൽ ദൈവം അതിനെ പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് തീമോത്തേയസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധികാരത്തിൻ്റെ 5-ാം വചനത്തിൽ പറയുന്നത് പോലെ, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കയില്ല. നമ്മൾ ചട്ടപ്രകാരം യുദ്ധം ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളുടെ പോരാട്ടം വ്യർത്ഥമാകും. ദൈവം രാജാവായി നാം ദൈവത്തിൻ്റെ പടയാളികളായി ശത്രുവിനോട് പോരാടണം. ബുദ്ധിവാന്മാരായി, ധൈര്യവാന്മാരായി ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് നെഹേമിയ പോലായിരിക്കണം. ഇങ്ങനെ ദൈവവും നാമും ചേർന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്യണം. ഈ വാക്കുകളിലൂടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.